ഹായ്, നമസ്കാരം. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നേ ഉള്ളൂ. 24 മണിക്കൂർക്ക് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഓടി വന്നേ ഉള്ളൂ. അപ്പം ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഇപ്പം അറിഞ്ഞതേ ഉള്ളൂ. അപ്പം 3 ആൾക്കാരോട് ഒത്തിരി നന്ദി പറയാനുണ്ട്. അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്തത്. ഏറ്റവും ആദ്യമായിട്ട് നമ്മുടെ ഗവൺമെൻറ്റിനോട്, മറ്റേ ആ ഇരട്ടച്ചങ്കനൊക്കെ ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ മറ്റേ മന്ത്രിമാരോടൊക്കെ ഒത്തിരി നന്ദി പറയാനുണ്ട് കേട്ടോ. ഇങ്ങനെ തന്നെ നഴ്സുമാരോട് ചെയ്യണം. ഇങ്ങനെ ചെയ്യാവുള്ളൂ. ഇതിൽ കൂടുതലായി, ഇതിൽ കുറവായിട്ട് ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ ബുദ്ധിക്ക് ഏറ്റ രീതിയിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം അവരോട് പറയാനുള്ള ഒരു കാര്യമുള്ളൂ. നമ്മളിപ്പോൾ ഏകദേശം 50,000 നഴ്സുമാർ തിരുവനന്തപുരത്ത് പരിപാടി കാണിച്ചു കഴിഞ്ഞു. ഞങ്ങൾ മൊത്തം കേരളത്തിൽ 5 ലക്ഷം നഴ്സുമാരും ലോകത്തിൽ മൊത്തം 25 ലക്ഷത്തോളം നഴ്സുമാരുണ്ട്, മലയാളികൾ മൊത്തവും കൂടെ. അപ്പം ഈ 25 ലക്ഷം നഴ്സുമാരുടെ വീട്ടിലെ അപ്പനെ അമ്മേനെ മാത്രം കൂട്ടിയാലും 75 ലക്ഷം ആൾക്കാരായി. പിന്നെ ചേട്ടന്മാരെ, അനിയത്തിമാരെ, ബന്ധുക്കാരെ എല്ലാം കൂടെ കൂട്ടിയ 1 കോടി ആൾക്കാർ. നിങ്ങൾക്ക് വോട്ടാണല്ലോ വേണ്ടേ, ഇറക്കാനായിട്ട് അങ്ങ് വരുമല്ലോ. ഏതാ 2019 ഇനി ഇറക്കാൻ വരുമല്ലോ. അപ്പം ഞങ്ങൾക്ക് ഏകദേശം 1 കോടി ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പം ആ 1 കോടി ആൾക്കാരുടെ ശരിക്കും ഒന്ന് കൊണ്ടുപോകുന്ന കാണണം. അപ്പം നിങ്ങൾക്ക് വോട്ടേ തൊട്ടാലല്ലേ പേടിക്കുകയുള്ളൂ. ഇപ്പം നിങ്ങൾ നമ്മുടെ കഞ്ഞിയെ തൊട്ടപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ വോട്ടേ തൊടുന്നു. ഇതേ പറയാനുള്ളൂ. ആ ഇരട്ടച്ചങ്കനോടൊക്കെ പ്രത്യേകമായിട്ട് പറഞ്ഞേര്. പുള്ളി മറ്റേ ദിലീപിന്റെ പുറകെയാണെന്ന് തോന്നുന്നു. ഒന്ന് കേട്ടു വെച്ചേക്കാൻ പറഞ്ഞേരെ കേട്ടോ. പിന്നെ ഈ DYFIക്കാരോടും KSUക്കാരോടും ഈ തിളക്കുന്ന രക്തമൊക്കെ ആയിട്ട് നടക്കുന്നവരോടൊരു ചെറിയ കാര്യം പറയാനുണ്ട്. നിങ്ങളൊക്കെ അടിമേടിച്ച് ചാവാറായി വന്ന് കിടക്കുമ്പോൾ നമ്മൾ മാത്രമേ നോക്കാനുള്ളൂ കേട്ടോ. 2 വാക്ക് സംസാരിക്കാം. നിങ്ങൾക്ക് ഇത്ര ചോരത്തിളപ്പൊക്കെ ഉണ്ടല്ലോ, വന്നൊന്ന് സഹായിക്കാം. അപ്പോഴത്തേക്കും ഭരണകർത്താക്കളോട് ഇത്രേ പറയാനുള്ളൂ. 2019 നഴ്സുമാർ ഈ വിദ്യാഭ്യാസമൊക്കെ ഉള്ളവരായത് കാരണം നിങ്ങൾക്ക് പറ്റിക്കാൻ പറ്റത്തില്ല, മറക്കത്തില്ല. ഞങ്ങൾ ഓർത്തോ, ഏകദേശം 1 കോടി ആൾക്കാർ ഞങ്ങളെ കൊണ്ട്, കേരളത്തിലുള്ള ഏകദേശം 1 കോടി, ഒരു കണക്കാണ്, കോടി ആൾക്കാർ നമ്മുടെ അടുത്തുണ്ട്. അതിന്റെ വോട്ടങ്ങ് മൂഞ്ചാൻ വേണ്ടിയിട്ട് വന്നേര്. അപ്പോഴത്തേക്കും അങ്ങ് തന്നേക്കാം കേട്ടോ. അത് നമുക്ക് മനസ്സിലായി, എല്ലാവരും മനസ്സിലായി. ഇടതുപക്ഷവും വലതുപക്ഷവും എല്ലാവരും മനസ്സിലായി. ഞങ്ങൾ അങ്ങ് മൂഞ്ചിച്ച് തന്നേക്കാം. അപ്പോൾ വന്നേരം അതിന് വേണ്ടിയിട്ട് കേട്ടോ. ഭയങ്കരമായിട്ട് സെറ്റപ്പായിട്ട് നിന്നില്ലേ. ഇനി അടുത്തത്, എൻ്റെ പൊന്നെ, ഇന്നലെ വീട്ടിൽ വിളിച്ചപ്പോഴത്തേനും മമ്മിയോട് പറഞ്ഞു ഇങ്ങനെ സംഭവമൊക്കെ ഇങ്ങനെയാന്ന് പറഞ്ഞപ്പോൾ മമ്മി പറഞ്ഞു, മോനെ അച്ഛന്മാരെ കന്യാസ്ത്രീയെ പറ്റി ഒന്നും പറയരുത്, ഭയങ്കര അത് മോശം കിട്ടുന്ന സംഭവം. അപ്പോൾ എനിക്ക് ഒരു ചെറിയ ദൈവത്തിൻ്റെ കോപമൊക്കെ ഉണ്ടായാലോ എന്നുള്ള പേടിയുണ്ട്, ഞാനത് പറയുന്നത്. അപ്പം അച്ഛന്മാരോടും കന്യാസ്ത്രീമാരോടും ഒന്നും പറയുന്നില്ല. പക്ഷെ മാനേജ്മെന്റുകളോട് ഒരു ചെറിയ കാര്യം പറയാം. ക്രിസ്ത്യൻ മാനേജ്മെന്റ്, ഇതിപ്പോ ചാരിറ്റി ആണല്ലോ മൊത്തം നടക്കുന്നത്. അപ്പൊ ചാരിറ്റിയുടെ ഉള്ള ആൾക്കാരോട് ആയിട്ട് ഒരു കാര്യം കൂടെ അങ്ങോട്ട് പറഞ്ഞേക്കാം. ഈ ക്രിസ്തീയ സഭയിൽ ഒരു ചെറിയ പരിപാടി നടന്നു. മറ്റേ ബിഷപ്പ് വന്ന് പറഞ്ഞത്, ഞങ്ങൾ നേഴ്സുമാര് തിരിഞ്ഞു നിൽക്കാൻ തുടങ്ങിയപ്പോഴത്തേനും ബിഷപ്പിന് കാര്യം മനസ്സിലായി, പൈസ ഇനി വരികയില്ല. അതുകൊണ്ട് ബിഷപ്പ് കയറി പറഞ്ഞു, പിള്ളേർക്ക് കൊടുക്കാനുള്ളത് കൊടുക്കുക. അത് കച്ചവടമാണേ. അപ്പൊ അത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ വലിയ സംഭവങ്ങളൊന്നും ഇറക്കണ്ട, ബാക്കി സംഭവങ്ങളൊക്കെ നമ്മൾ ഇറക്കിത്തരാം. അപ്പൊ ബിഷപ്പിന് കാര്യം മനസ്സിലായപ്പോഴത്തേനുമാണ് പറഞ്ഞ, പിള്ളേർക്ക് എന്നെങ്കിലും നക്കാപ്പിച്ച് കൊടുത്ത് ഒതുക്ക്, ഇല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സ് ഇല്ലാണ്ടായി പോകും. അപ്പൊ ഇതിൻ്റെ അകത്ത് ഇനി ഒരു കാര്യം പറയാണ്. ഞങ്ങൾ ഏകദേശം നഴ്സിംഗ് പണിയെടുക്കുന്നതിൽ ഒരു 80-85% നഴ്സുമാരാണ്. അതിന് നിങ്ങൾ അറിഞ്ഞാണ്. ഇപ്പൊ ഞങ്ങൾ പരോക്ഷമായിട്ട് തന്നെ നേർച്ചയിടുന്ന പരിപാടിയൊക്കെ അങ്ങ് നിർത്തിയിട്ടുണ്ട്. അപ്പം ബാക്കിയുള്ള മതത്തിലെ ക്രിസ്ത്യാനി ആയാലും ഹിന്ദു ആയാലും മുസ്ലിം ആണെങ്കിലും ഈ കള്ളന്മാർ ഒരു പൈസ പോലും നഴ്സുമാരുടെ കുടുംബത്തിൽ നിന്നോ നഴ്സുമാരുടെ കയ്യിൽ നിന്നോ കൊടുക്കരുത് കേട്ടോ. ഈ കള്ളന്മാർ നമ്മളെ കൊണ്ടിട്ടാണ് ഈ ബിസിനസ് ഉണ്ടാക്കുന്നത്. അപ്പം അത് നിങ്ങൾ കൊടുക്കാതിരിക്കുക. ഇവന്റെയൊക്കെ ബിസിനസ് പൊട്ടട്ടെ. പാവപ്പെട്ട എത്രയോ മക്കളുണ്ട്, കൊടുക്കാൻ പറ്റിയ ആൾക്കാരുണ്ട്. എണ്ണം പറഞ്ഞു തരാം, കൊടുത്തോ. ഒന്നാമത് വാവ സുരേഷിനെ വിളിച്ചിട്ട് ഒരിച്ചിരി പൈസ കൊടുത്താൽ അത് നല്ല മനുഷ്യരുടെ കയ്യിലെത്തും, ചാരിറ്റിക്ക് വേണ്ടി എത്തും. രണ്ടാമത് സൂരജ് പാലാക്കാരൻ എന്ന് പറയുന്ന ഒരു വ്യക്തി പാലായിലുണ്ട്. പുള്ളിയെ വിളിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആദിവാസികളുടെ കയ്യിൽ ഒന്നും പറ്റിയില്ലെങ്കിൽ എല്ലാ മാസവും അരി സാധനം എത്തും. മൂന്നാമത്തെ ആള് ആലുവയിലെങ്ങാണ്ട് ഒരു ഓട്ടോ ഡ്രൈവറാണ്. പുള്ളിക്കാരൻ എല്ലാ വീടുകളിൽ നിന്നും ചോറൊക്കെ കളക്ട് ചെയ്തിട്ട് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. പുള്ളിയെ വിളിച്ചു കൊടുക്കുക. നാലാമതായിട്ട് ഒരു വലിയ സത്യമുള്ള ഒരു മനുഷ്യൻ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട്, മോഹനൻ വൈദ്യർ എന്ന് പറയുന്ന വ്യക്തി. പുള്ളിയെ വിളിച്ച് കുറച്ച് പൈസ കൊടുക്കുക. എത്രയോ മനുഷ്യർക്ക് മരുന്ന് ഫ്രീ ആയിട്ട് പുള്ളി കൊടുക്കുന്നുണ്ട്. ഇതാണ് ചാരിറ്റി ചെയ്യേണ്ടത്. ഇതാണ് നമ്മൾ നഴ്സുമാർ ചെയ്യേണ്ടത്. അതിന് അവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഫേസ്ബുക്കിൽ അവരവരുടെ ഓരോരുത്തരുടെ പേജുകളിലുണ്ട്. ഇവരാണ് ചാരിറ്റി ചെയ്യുന്നത്. നമ്മളെ കൊള്ളയടിക്കുന്നവരെ നമ്മൾ തന്നെ തെറിപ്പിക്കണം. ഇനി അടുത്തത് മാധ്യമങ്ങളോടാ പറയാനുള്ളത് കേട്ടോ. നിങ്ങളെ പറ്റി ആലോചിക്കുമ്പോഴത്തേന് നമുക്കങ്ങ് രോമാഞ്ചം കൊള്ളുക കേട്ടോ. ഞങ്ങളുടെ പൈസ കൊണ്ട് തിന്നു വീർത്ത സിനിമാക്കാരെ
ഞങ്ങളുടെ പൈസ കൊണ്ട് തിന്നു തീർത്ത സിനിമാക്കാരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ പൈസ ഉണ്ടാക്കിക്കോ, കുഴപ്പമില്ല. ഉളുപ്പ് വേണം കേട്ടോ, ഉളുപ്പ്. ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ, ഈ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഇത് തുറന്നു നോക്കിയപ്പോൾ ദിലീപിനെ പിടിച്ചോണ്ട് പോയെന്നോ കട്ടോണ്ട് പോയെന്നോ കൊന്നുകൊണ്ട് പോയത് ഇതോ ഞങ്ങൾക്ക് മനസ്സിലായി. പുള്ളീനെ റിമാൻഡ് ചെയ്തു, പുള്ളി അവിടെ കയറി. പുള്ളി അവിടെ മറ്റേ ലക്ഷറി ആയിട്ട് 5 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുന്നു, അല്ല അവിടെ താമസിച്ചോളും. 10 ദിവസം കഴിയുമ്പോൾ ഈ കേസൊക്കെ അങ്ങ് കേട്ടടങ്ങും. അത് കഴിയുമ്പോഴത്തേനും ആ സംഭവം കഴിഞ്ഞു. ഞങ്ങളുടേതേ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമായിരുന്നു, 2 കിലോ അരി മേടിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമായിരുന്നു. പിന്നെ മാധ്യമങ്ങളോട് പറയാം, നിങ്ങളെ മനുഷ്യ ശരീരമാണ്, തളർന്നു വീഴും, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വരും. അന്ന് ഞങ്ങൾ പക പോക്കത്തില്ല കേട്ടോ, ഞങ്ങൾക്ക് പക പോക്കാൻ അറിയത്തില്ല. കാരണം നമുക്ക് നിങ്ങളുടെ അത്രയും ബുദ്ധിയും കാര്യങ്ങളും ഒന്നുമില്ല. അതുകൊണ്ട് നിങ്ങളെ നല്ലതുപോലെ പരിചരിച്ച് മാത്രമേ ഞങ്ങൾ പ്രതികാരം ചെയ്യുള്ളൂ കേട്ടോ. കരയുമ്പോഴും വിളിക്കണം, കട്ടിലേ കിടന്ന് ഉറക്കെ വിളിക്കണം, സിസ്റ്ററെ ബ്രദറെ എനിക്കും കാലിന് കൈക്ക് വേദന എടുക്കുന്നു, ഇല്ലേ വയറ്റിന് വേദന എടുക്കുന്നു, എന്തെങ്കിലും ഒന്ന് തന്ന് സമാധാനിപ്പിക്കാനായിട്ട് മാധ്യമപ്രവർത്തകർ വരും, വീഴാതിരിക്കുകയല്ല കേട്ടോ. അപ്പം എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. ഒത്തിരി സഹായിച്ച കേരളത്തിലെ 3 ആൾക്കാരോട്, 3 വിഭാഗം ആൾക്കാരോട് ഒത്തിരി നന്ദി പറയാനുണ്ട്. പിന്നെ പൊതുജനങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, ഈ ഗവൺമെന്റ്, കഴിവില്ലാത്ത ഗവൺമെന്റുകളും മാനേജ്മെന്റുകളും മാധ്യമങ്ങളും കൂടി നിങ്ങളെയും കൂടിയാണ് ചൂഷണം ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും ദൈവം ചുമ്മാ വാരിക്കോരി തരട്ടെ. പിന്നെ സൂക്ഷിച്ചൊക്കെ നടന്നോണം. ഇത്രയും ബുദ്ധി കൊണ്ട് ഈ മാനേജ്മെന്റും സർക്കാരും മാധ്യമങ്ങളും കൂടി നടക്കുമ്പോഴേ ചിലപ്പം ഈശോ പറഞ്ഞ പോലെ തീമഴയൊക്കെ നിങ്ങളുടെ തലയിലോട്ട് മാത്രമേ വീഴുള്ളായിരിക്കും. കാരണം അതിന്റെ അത്രയും ബുദ്ധിയല്ലേ നിങ്ങളുടെ തലയിലിരിക്കും. അപ്പൊ എല്ലാവർക്കും നല്ലതുണ്ടാകട്ടെ. നമ്മുടെ നേഴ്സുമാർക്ക് സപ്പോർട്ടൊന്നും പറയാനില്ല. കുടുംബം മുമ്പോട്ട് പോകണമെങ്കിൽ ഡബിളും ട്രിപ്പിളും ഒക്കെ അടിച്ചാലേ പോകത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് അവിടം വരെ വന്ന് സഹായിക്കാനുള്ള പരിപാടിയൊന്നും നമ്മുടെ കയ്യിലില്ല. നിങ്ങളങ്ങ് തീർത്തു. ഇവന്മാർക്കൊന്നും സമയമൊന്നും കൊടുക്കണ്ടെന്ന്, ചാവുന്നവനൊക്കെ ചാവട്ടെ. അല്ലാണ്ട് ഇപ്പൊ എന്നാ ചെയ്യുന്നത്? നമ്മളെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ഇവന്മാർക്ക് വേണ്ടിയിട്ട് എന്തിനാ ജീവിക്കുന്നത്? അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജാസ്മിൻ ഷായോടും അതുപോലെ ഉള്ളവരോടും പറയാനുള്ളത്, ഇവനൊക്കെ തീരുന്നതൊക്കെ തീരട്ടെ. ഇവനൊക്കെ ചുമ്മാ കണ്ണുനീര് കാണിച്ച് മനുഷ്യനെ ചുമ്മാ കൊല്ലാൻ വേണ്ടിയിട്ടിരിക്കുവല്ലേ. അതൊക്കെ വിട്ടേരെ, അടിച്ച് നല്ല പണി അങ്ങോട്ട് കൊടുക്ക്, അടപ്പിക്ക് ഇവന്റെയൊക്കെ. അപ്പത്തേക്ക് ഇവനൊക്കെ വഴിക്ക് വരും. അല്ലാണ്ട് ഇപ്പൊ എന്നാ ചെയ്യാനാ? അപ്പൊ ജയ് യു എന്ന്